വിജയകൃഷ്ണൻ വെളിയിൽ നിന്നുകൊണ്ട് മുറിക്കുള്ളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. അദ്ദേഹത്തിൻ്റെ മിഴികൾ തിരയുന്നത് പ്രവീണയാണെന്ന് സുമംഗലയ്ക്ക് തോന്നി. സുമംഗല വാതിൽപ്പടിയിൽ പിടിച്ചുകൊണ്ട് വിജയകൃഷ്ണൻ മുറിക്കുള്ളിലേക്ക് കയറാതിരിക്കാനായി ഒരു പ്രതിരോധം തീർത്ത് നിൽക്കുകയായിരുന്നു. വിജയേട്ടൻ ഉറങ്ങിയില്ലായിരുന്നോ? നേരം ഒരുപാടായല്ലോ. നാളെ എന്താ വിജയേട്ടന് കോടതിയിൽ പോണ്ടേ? ഭർത്താവിനോട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി സുമംഗല തിരക്കി. വിജയകൃഷ്ണൻ അവരെ അടിമുടി ഒന്ന് നോക്കി. നീ ഇങ്ങനെ എല്ലാ ചോദ്യവും ഒറ്റവായിൽ ചോദിച്ചു തീർത്താൽ ഞാൻ എങ്ങനെ മറുപടി തരും സുമേ? മറ്റൊരാളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒന്നൊന്നായി വേണ്ടേ ചോദിക്കാൻ? എന്നാലല്ലേ എനിക്ക് കൃത്യമായി മറുപടി തരാൻ കഴിയൂ. ഓ, അങ്ങനെയുള്ള ചോദ്യവും ഉത്തരവും ഒന്നും പുറപ്പെടുവിക്കാൻ ഇത് വിജയേട്ടൻ്റെ കോടതിയല്ലല്ലോ, നമ്മുടെ വീടല്ലേ വിജയേട്ട? ആണോ? എങ്കിൽ നീ കൈമാറ്റു സുമേ, ഞാനൊന്നകത്തേക്ക് കയറട്ടെ. വിജയകൃഷ്ണൻ പറയുന്നത് കേട്ടപ്പോൾ ഭിത്തിയോട് ചേർന്ന് അയാൾക്ക് മറഞ്ഞു നിന്നിരുന്ന പ്രവീണയാണ് ഞെട്ടിപ്പോയത്. അച്ഛനകത്തേക്ക് കയറി വരുന്നത് വെറുതെയല്ല. തന്നെ നോക്കി ചിലപ്പോൾ അച്ഛൻ തൻ്റെ റൂമിൽ ചെന്നിട്ടുണ്ടാവും. അവിടെ തന്നെ കാണാഞ്ഞപ്പോൾ അച്ഛൻ നേരെ വന്നത് ഇവിടേക്കാകും. താൻ അമ്മയുടെ റൂമിലല്ലാതെ മറ്റെങ്ങും പോയില്ലെന്ന് അച്ഛനറിയാം. വിജയേട്ട, എനിക്ക് ഉറക്കം വരുന്നു. വിജയേട്ടൻ പോയി കിടന്നുറങ്ങിക്കോ. എന്നോട് വിജയേട്ടൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് രാവിലെ സംസാരിക്കാം. സുമംഗല തനിക്ക് ഉറക്കം പിടിച്ചു നിർത്താൻ ആവുന്നില്ലെന്ന മട്ടിൽ ഒരു കോട്ടുവായിട്ടു. രാവിലെ സംസാരിക്കാനുള്ളത് രാവിലെ, പക്ഷെ ഇപ്പോൾ സംസാരിക്കാനുള്ളത് ഇപ്പോൾ തന്നെ പറഞ്ഞു തീർക്കണമല്ലോ, അല്ലാതിരുന്നാൽ എങ്ങനെ? എനിക്കറിയാം വിജയേട്ടൻ എന്താ പറയാൻ വരുന്നതെന്ന്. അഭിനവ് വന്നിട്ട് പോയ കാര്യമല്ലേ? ഓ, അത് നീ അറിഞ്ഞായിരുന്നോ? അപ്പോൾ അവൻ്റെ മുമ്പിലേക്ക് മനഃപൂർവ്വം വരാതിരുന്നതാണ് നീ അല്ലേ? അതെ, അവനിവിടെ വന്നത് എന്നെയോ എൻ്റെ മക്കളെയോ കാണാനല്ലെന്ന് വിജയേട്ടൻ അറിയാമല്ലോ. പിന്നെന്തിനാ ഞാൻ അവൻ്റെ മുമ്പിലേക്ക് വരുന്നത്? എത്രയോ തവണ അവൻ ഈ കോട്ടയം ടൗണിൽ കൂടി കാർ ഓടിച്ചു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഞാനിവിടെ നിൽക്കുന്നത് അവൻ കാണാറുള്ളതല്ലേ? വിജയേട്ടൻ ഈ വീട്ടിലില്ലെന്ന് ഉറപ്പായാൽ അവൻ ഈ ഭാഗത്തേക്ക് പോലും നോക്കാതെ കടന്നു കളയും. ആ അവനെ ആനയിച്ചു കൊണ്ടുപോയി സൽക്കരിക്കാൻ എനിക്ക് മനസ്സില്ല. അവൻ വന്നതും പോയതുമെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം വരാതിരുന്നതാ ഞാൻ അവൻ്റെ മുമ്പിലേക്ക്. കഷ്ടം, ഇത്ര ബോധമേ ഉള്ളോ സുമേ നിനക്ക്? അവൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയല്ലേടി. അവനോടൊരു സാമാന്യ മര്യാദ കാണിക്കാനുള്ള ബോധം പോലും നിനക്കില്ലാതെ പോയല്ലോ. എല്ലാം പോട്ടെ, നിന്റെ കൂടപ്പിറപ്പിൻ്റെ മകനെന്നൊരു ബന്ധം അവനോട് നിനക്കുണ്ടെന്ന് പോലും നീ ഓർക്കാഞ്ഞെന്താ? എൻ്റെ വിജയേട്ട, അവനീ വീട്ടിൽ വന്നിട്ട് പോയി. ഇനി വിജയേട്ടൻ എന്നെ ചോദ്യം ചെയ്തിട്ട് എന്ത് കാര്യം? അഭി ഇപ്പോൾ പാലായിൽ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അതിനെ ചൊല്ലിയുള്ള വഴക്ക് ഇതുവരെ ഇവിടെ തീർന്നിട്ടില്ല പോലും. കൊള്ളാം. വിജയകൃഷ്ണനെ നോക്കി സുമംഗല പുച്ഛത്തോടെ ചെറികോട്ടി. ഇത് തന്നെയാ സുമേ കാര്യം. നീ പറഞ്ഞില്ലേ, നീ ഈ വീട്ടുമുറ്റത്ത് നിന്നാൽ കൂടി നിന്നെ തിരിഞ്ഞു നോക്കാതെ അഭി വണ്ടി ഓടിച്ചു പോകുമെന്ന്. നിന്നെ ഞാനും മക്കളും മനസ്സിലാക്കിയിട്ടുള്ളതിൽ കൂടുതൽ വല്ലപ്പോഴും ഈ വീട്ടിലേക്ക് വിരുന്നെത്തുന്ന അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അത് പൊയ്ക്കോട്ടെ, ഞാൻ വിട്ടു. ഞാൻ വന്നത് പ്രവീണയെ അന്വേഷിച്ച. അവളെവിടെ? ഈ റൂമിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്ക്. വിജയകൃഷ്ണൻ്റെ വാക്കുകളിലെ ഗൗരവം അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. 11 മണി കഴിഞ്ഞു വിജയേട്ട. അവൾ ഉറങ്ങിക്കാണും. ഈ നേരത്ത് വിജയേട്ടന് അവളോട് എന്താ ചോദിക്കാനുള്ളത്? അവൾ നിന്റെ റൂമിലുണ്ടെങ്കിൽ അവൾ ഉറങ്ങിക്കാണില്ല. നീ അവളെ വിളിക്കൂ സുമേ. അവളെ കണ്ട് സംസാരിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോയില്ല. അതിന് നേരം വെളുക്കുന്നത് വരെ ഇവിടെ നിൽക്കേണ്ടി വന്നാൽ കൂടി. അയാൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുള്ളതെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് എന്നെ തിരിച്ചറിയാമായിരുന്നു. താൻ ഇനിയും അച്ഛൻ്റെ മുമ്പിലേക്ക് വരാതിരുന്നാൽ അത് അമ്മയുമായി അച്ഛൻ കൂടുതൽ വാക്ക് തർക്കത്തിലേക്ക് നീങ്ങുമെന്ന് പ്രവീണയ്ക്ക് തോന്നി. അവൾ പെട്ടെന്ന് മറ്റൊന്നും ആലോചിക്കാതെ അവർക്ക് മുമ്പിലേക്ക് വന്നു. ഞാൻ ഇവിടെയുണ്ടച്ചാ. അച്ഛനെന്താ എന്നോട് പറയാനുള്ളത്? എന്നെ കാണാത്തതിൻ്റെ പേരിൽ അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടാൻ നിൽക്കണ്ട. അവൾ അയാൾക്ക് മുഖം കൊടുക്കാതെ നിന്ന് പറഞ്ഞു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ നിന്റെ അമ്മ പറഞ്ഞത് നീ ഉറങ്ങിക്കാണുമെന്നാണല്ലോ. എന്നിട്ട് ഇതാണോ നിന്റെ റൂം എന്നുകൂടി നിന്റെ അമ്മ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ അമ്മയോട് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നതായിരുന്നു. അപ്പോൾ മേശപ്പുറത്തേക്ക് തലചായ്ച്ചു വെച്ച് വായിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ കരുതി കാണും ഞാൻ ഉറങ്ങിപ്പോയെന്ന്. കൊള്ളാമല്ലോടി, അമ്മയെ വെല്ലുന്ന മോൾ തന്നെ നീ. പക്ഷേ ഇതെല്ലാം എവിടെ ചെന്ന് നിൽക്കുമെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത്ര ചെറുപ്പത്തിലെ ഇതുപോലുള്ള കണ്ണുപൊത്തി കളികൾ വേണ്ട മോളെ. അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ദോഷമേ വരുത്തൂ. ആ ദോഷം അവൾ സഹിച്ചോളും വിജയേട്ട. നമ്മളാരും അതിൽ പങ്കുപറ്റാൻ ചെല്ലണ്ട. ഈ പാതിരയ്ക്ക് പ്രവീണയെ വിളിച്ചു നിർത്തി ഇത്രയും ഉപദേശം കൊടുത്തു കഴിഞ്ഞപ്പോൾ വിജയേട്ടന് സമാധാനമായല്ലോ അല്ലേ? ഉപദേശം പകർന്നു കഴിഞ്ഞെങ്കിൽ വിജയേട്ടൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പോയേക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. നമുക്കൊപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന നവമി എന്ന പെൺകുട്ടിക്ക് ഞാൻ ഇന്നലെ നിങ്ങൾക്കെല്ലാം മുമ്പേ വെച്ച് ഒരു മൊബൈൽ വാങ്ങി നൽകിയിരുന്നു. അതവൾക്ക് വാങ്ങിക്കൊടുക്കാനുണ്ടായ സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ.
അതവളുടെ കയ്യിൽ ഏൽപ്പിക്കും മുമ്പ് ഞാൻ എല്ലാവരോടുമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും അവളുടെ കയ്യിലിരിക്കുന്ന ആ മൊബൈലിൽ തൊട്ടുപോകരുതെന്ന്. പക്ഷേ ഇപ്പോൾ അവളുടെ കയ്യിൽ ആ മൊബൈലില്ല. ആ മൊബൈൽ നിന്റെ കയ്യിലുണ്ടോ മോളെ? ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക്. അവൾക്ക് ദാനം കിട്ടിയ ആ സാധനം എൻ്റെ മോൾക്കെന്തിനാ? വിജയകൃഷ്ണൻ മകൾക്ക് നേരെ കൈനീട്ടി. അവൾ പറഞ്ഞു അച്ഛനോട്, ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു പറിച്ചെടുത്തെന്ന്. അവൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് ആ മൊബൈൽ നിന്റെ കയ്യിലുണ്ടെന്നാണ്. നിന്റെ കയ്യിൽ അതുണ്ടെങ്കിൽ മറ്റൊരു സംസാരത്തിനും നൽകാതെ നീ അത് എന്നെ ഏൽപ്പിക്കുക. അവൾക്ക് അവകാശപ്പെട്ടത് അവളുടെ കയ്യിലല്ലേ ഇരിക്കേണ്ടത്? നിനക്ക് വേറെ മൊബൈൽ ഉണ്ടല്ലോ മോളെ. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചിട്ടില്ല അച്ഛാ. പ്രവീണ കൈകൾ മാറത്ത് പൊഞ്ചു കെട്ടി ദൂരേക്ക് നോക്കി നിന്നു. ഇല്ലല്ലോ, എൻ്റെ മോളല്ലേ നീ. നീ പറയുന്നത് വിശ്വസിച്ച് അച്ഛൻ തിരിച്ചു പോവാ. പക്ഷേ ഒരു കാര്യം, ഞാൻ നവമിക്ക് വാങ്ങിച്ചു കൊടുത്ത ആ മൊബൈൽ ഇനി ഈ വീട്ടിൽ ആരുടെയെങ്കിലും കയ്യിൽ ഞാൻ കാണാനിടയായാൽ ഓർത്തോണം എല്ലാവരും, ഒറ്റയെണ്ണം പിന്നെ ഈ വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പോകുന്നില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. ആരുടെ കയ്യിൽ ഞാൻ മൊബൈൽ കണ്ടാലും അതെല്ലാം വാരിയെടുത്ത് ഞാൻ മുറ്റത്തെ കിണറ്റിലിടും. 3 തരം വിജയകൃഷ്ണൻ അത് ചെയ്തിരിക്കും. അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കിയ ശേഷം തിരിഞ്ഞു നടക്കാൻ നേരം സുമംഗല പറഞ്ഞു, നിൽക്ക്. വിജയകൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് സുമംഗല എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ തോളിന് മുകളിലൂടെ തലചരിച്ച് അവരെ നോക്കി. ആ മൊബൈൽ ഇങ്ങ് തന്നേക്കും മോളെ. സുമംഗല പ്രവീണയ്ക്ക് നേരെ കൈനീട്ടി. നേരത്തെ തന്നെ പ്രവീണ ആ മൊബൈലിൽ നിന്ന് സിം കാർഡും മെമ്മറി കാർഡും ഊരി മാറ്റിയിരുന്നു. പ്രവീണ തൻ്റെ കയ്യിൽ മാറ്റി പിടിച്ചിരുന്ന മൊബൈൽ അമ്മയ്ക്ക് നേർക്ക് നീട്ടി. വിജയകൃഷ്ണൻ കോപത്തോടെ അവളെ നോക്കിയ ശേഷം ചോദിച്ചു, കള്ളത്തരം പറയാൻ പഠിച്ചുപോയി എൻ്റെ മോള് അല്ലേ? അല്പം മുമ്പ് ഈ ഫോൺ നിന്റെ കയ്യിലുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എന്ത് മറുപടിയാ നീ തന്നത്? നിന്റെ കയ്യിൽ ഇല്ലെന്ന് അല്ലേ? പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് ഈ മൊബൈൽ നിന്റെ കയ്യിൽ വന്നെത്തിയ മന്ത്രവിദ്യ നിന്നെ പഠിപ്പിച്ചത് ആരാ മോളെ? നിന്റെ അമ്മയാണോ? ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചിട്ടില്ല അച്ഛാ. ഇതെനിക്ക് അമ്മ തന്ന മൊബൈലാ. അമ്മ ഇതെനിക്ക് തരുമ്പോൾ ഞാനിതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും അമ്മയോട് ചോദിച്ചിരുന്നില്ല. എൻ്റെ അമ്മ എനിക്ക് തന്ന മൊബൈൽ അത്രയേ ഞാൻ കരുതിയുള്ളൂ. പ്രവീണ മൊബൈൽ അമ്മയുടെ കയ്യിലേക്ക് നൽകിയ ശേഷം റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിടെ നിന്നവൾ പകയുടെ കനലാളുന്ന കണ്ണുകൾ കൊണ്ട് വിജയകൃഷ്ണനെ നോക്കി. അവൾക്ക് അച്ഛൻ ഈ മൊബൈൽ തിരികെ കൊടുക്കുമ്പോൾ ഈ വീട്ടിലെ ഒരു സ്ഥാനം കൂടി ഞാൻ പിച്ചയായി കൊടുക്കുക. എൻ്റെ സ്ഥാനം. ഇനി എനിക്ക് ഈ വീട്ടിൽ അച്ഛൻ്റെ മകളൊന്നൊരു സ്ഥാനം വേണ്ട. അതലങ്കരിക്കാൻ അവളുണ്ടല്ലോ, ആ തെണ്ടിച്ചി. ഇനി ഒരു രാത്രി കൂടി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല അച്ഛാ. അവളെൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ചിലപ്പോൾ... ബാക്കി പറയാതെ പല്ലുകൾ ഞെറമ്മിക്കൊണ്ട് പ്രവീണ അച്ഛനെ കടന്ന് മുൻപോട്ട് പോയി. അവൾ ധൃതിയിൽ പടവുകൾ കയറി മുകളിലേക്ക് പോകുന്നത് വിജയകൃഷ്ണൻ നിസ്സഹായതയോടെ നോക്കി നിന്നു. ഇതാ പിടിച്ചോ. പ്രവീണ തനിക്ക് കൈമാറിയ മൊബൈൽ സുമംഗല വിജയകൃഷ്ണൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തു. ഇതിനായിരുന്നല്ലോ വിജയേട്ടൻ ഇവിടെ കിടന്ന് ചന്ദ്രഹാസമിളക്കി ഉറഞ്ഞു തുള്ളിയത്. കൊണ്ടുകൊടുക്ക അവൾക്ക്. ഇതും നോക്കിയിരിക്കുമ്പോഴല്ലേ അവൾക്ക് സമാധാനം കിട്ടൂ. പഠിക്കുന്ന പിള്ളേർക്കല്ലേ ഇതുപോലുള്ള ഫോൺ കൊണ്ട് ആവശ്യമെന്നോർത്ത് ഞാൻ ഈ ഫോൺ വാങ്ങി പ്രവീണയ്ക്കൊന്ന് കൊടുത്തു പോയതാണല്ലോ ഇപ്പോൾ മഹാ അപരാധമായി പോയത്. എന്നെയും എൻ്റെ മക്കളെയും ഇട്ട് തമ്മിലടുപ്പിക്കാൻ വന്നു കയറിയതല്ലേ ആ പെൺപിശാച്. സ്വന്തം മക്കളോട് പടവെട്ടി വിജയേട്ടന് ജയിക്കാൻ പറ്റുമോ വിജയേട്ട? ഇല്ല. വിജയേട്ടൻ തോറ്റുപോവുക തന്നെ ചെയ്യും. വിജയേട്ടനെ പോലുള്ള അച്ഛന്മാർക്ക് മക്കളുടെ മുമ്പിൽ പിടിച്ചു നിന്ന് ജയിക്കാനുള്ള ഒരായുധവും ഇന്നുവരെ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല വിജയേട്ട. വിജയകൃഷ്ണൻ അതിന് മറുപടി പറയാതെ തൻ്റെ കയ്യിലിരുന്ന ചെറിയ ഫോൺ സുമംഗലയെ ഏൽപ്പിച്ചു. നീ അവൾക്ക് ഈ ഫോൺ കൊടുത്തപ്പോൾ 10,000-7,000 രൂപ വിലയുള്ള ഒരു ഫോൺ അവൾക്ക് വാങ്ങി നൽകിയിരുന്നുവെങ്കിൽ ഞാനിതിന് നിൽക്കില്ലായിരുന്നു. 7,000 രൂപ? സുമംഗല ഒരു പുച്ഛ ചിരി ചിരിച്ചു. 7,000 രൂപ പോയിട്ട് 700 രൂപയുടെ വിലയിടില്ലല്ലോ ഞാൻ അവളുടെ ജീവിതത്തിന്. എൻ്റെയും മക്കളുടെയും ജീവിതത്തിൽ നിന്നും കൈയിട്ട് വാരാൻ വന്നവളല്ലേ അവൾ. അവൾക്ക് കാൽ കാശിൻ്റെ വില കൊടുക്കില്ല ഞാൻ. ഈ ജീവിതത്തിൽ അത് വിജയേട്ടൻ പ്രതീക്ഷിക്കുകയേ വേണ്ട. സുമംഗല തിരിഞ്ഞ് റൂമിലേക്ക് കയറി വാതിലടച്ചു. രാവിലെ 8 മണിയോടടുത്ത സമയം. പാലായ്ക്കടുത്ത് കടപ്പാട്ടൂർ എന്ന സ്ഥലം. മെയിൻ റോഡിൽ നിന്ന് 200 മീറ്ററോളം ഉള്ളിലേക്ക് മാറി പുരാതനവും നൂതനവുമായ സാങ്കേതിക വിദ്യയാൽ പണിതീർത്ത കൗസ്തുഭം എന്ന 2 നില വീട്. മുറ്റത്ത് അതിവിശാലമായ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അതിൽ വിദേശിയും സ്വദേശിയുമായ അഴകെഴുന്ന വിധം തരം പൂവുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ കാണാം. വിവിധതരം വർണ്ണ മത്സ്യങ്ങൾ നീന്തുന്ന മത്സ്യക്കുളത്തിനു മധ്യേ ചിതറിത്തെറിക്കുന്ന ജലധാര. തുറന്നിട്ട ഗേറ്റിലൂടെ ഒരു ഓട്ടോ പതിയെ കുലുങ്ങിയുലഞ്ഞ് മുറ്റത്ത് വന്നു നിൽക്കുന്നത് 2ാം നിലയിലുള്ള തൻ്റെ റൂമിലിരുന്ന് അഭിനവ് കാണുന്നുണ്ടായിരുന്നു. അവൻ കാതുകളിൽ നിന്ന് ഇയർഫോൺ ഊരിമാറ്റിയ ശേഷം താഴേക്ക് ഇറങ്ങി വന്നു.
അവൻ പുറത്തെത്തുമ്പോൾ ഓട്ടോയ്ക്ക് വെളിയിൽ നിന്ന് ഓട്ടോക്കാരന് കൂലി നൽകുകയാണ് പ്രവീണ.